ഞാനിങ്ങനെ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് മാച്ച എന്ന് പറയുന്ന സാധനം, പച്ച കളർ കോഫി ഫ്ലേവർഡ്. പക്ഷെ ഇതുവരെ കഴിക്കാൻ പറ്റിയിട്ടില്ല. ഓൺലൈൻ ഓർഡർ ചെയ്യാനൊക്കെ നോക്കിയിട്ടും അതെങ്ങനെ പ്രോപ്പറായിട്ട് ഉണ്ടാക്കണമെന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ ലെറ്റ്സ് സീ ഇഫ് ഇറ്റ് ഈസ് വർത്ത് വൈബ്. അല്ല വൈബല്ല, ഹൈബ്. ഇപ്പം ഞങ്ങളൊരു മാച്ചക്കടയിൽ വന്നേക്കാണ്. ഓക്കെ ഗൈസ്, ഫുക്രു മാച്ചുണ്ട്. ഫുക്രൂടാ നിന്റെ മാച്ച. അങ്ങനെ നമ്മുടെ തായ്ലൻഡ് യാത്രയിൽ അവസാനത്തെ ഒരു ദിവസത്തെ എൻ്റെ ഫൈനൽ ഫുഡ് എക്സ്പെരിമെൻറ്റിലൊന്നായിരുന്നു ഇത്. കുറേ വീഡിയോസിലൊക്കെ കണ്ട് പരിചയമുണ്ടെന്നുള്ളതല്ലാതെ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവുമെന്ന് വാങ്ങിച്ച് സ്വയം പരീക്ഷിക്കുന്നതിനേക്കാളും നേരിട്ട് പോയി തന്നെ ട്രൈ ചെയ്യാൻ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. ടോപ്പിംഗ് അല്ലേ? ടോപ്പിംഗ് ഒന്നും വേണമെന്നില്ല. That's like too much matcha. This is without milk? Yeah, without milk. Without milk or with milk good? This good or this taste? With milk. With milk. Appa we'll take this. With milk taste. ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് എനിക്ക് ഒരു ബബിൾ ടീ വേണം. I also want a bubble tea. You want add topping? Inside already this, no? No, no topping like that. Add topping. Okay, no, this inside this boba will be there. Yeah, topping up വേണമെന്നില്ല. വേണ്ടല്ലോ. I want a bubble tea. Yeah, it's a bubble tea only. This is a bubble tea, right? Bubble tea. Yeah. I want a bubble tea too, so we will share. Yeah. You will share? No, I just want to taste it. Okay. Yeah, so that one. എടി 2 നമ്പറാ? 2. Masha. നമ്മളിവിടെ പോയപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് ഫുഡ് ഓർഡർ ചെയ്യാനും കാര്യങ്ങൾക്കുമായിരുന്നു. കാരണം നമുക്ക് അവിടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ അവർക്ക് വേറൊരു ട്യൂണിലൊക്കെ പറഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ. നമുക്കാണെങ്കിൽ അത് പഠിച്ചു വരാൻ തന്നെ ഒരു ദിവസം കൊടുക്കും. അതിൻ്റെതായ ഇപ്പോൾ ടീ എന്ന് പറയുമ്പോൾ ടീ എന്ന് പറഞ്ഞാലാണ് അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളവിടെ പോയപ്പോൾ പഠിച്ചു. നമ്മുടെ സെക്കൻഡ് ട്രിപ്പായിരുന്നു ടു ദിസ് കൺട്രി. പക്ഷെ എന്നാലും ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. എടി കോഫി ടേസ്റ്റ് വേണ്ട. No coffee. ബബിൾ ടീ എന്ന് പറഞ്ഞിട്ട് കോഫി ചോദിക്കണം എന്തുട്ടാ? So this and this what is chatai? Huh? Chatai? This one already. Okay. ഇത് എടുക്കട്ടെ. No ice, no crushed ice. Okay. This one and this one. അബി എനിക്ക് ഇത് മതി മിൽക്ക് ടീ സിഗ്നേച്ചർ. Okay. Sorry. No, this no. Available. This milk and one matcha and one signature milk. Okay. ഇവിടുത്തെ ആൾക്കാരുടെ ഞാൻ 2 right? Yeah, 2 cup. രണ്ടെണ്ണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല മക്കളെ, ചെറിയൊരു മിസ്സിങ് അവിടെ ഉള്ള പോലെ തോന്നുന്നുണ്ട്. ക്രഷ്ഡ് ഐസ് ഒന്നും ആയിരിക്കില്ലല്ലോ അല്ലേ? നമുക്ക് നോക്കാം എന്താന്ന്. എത്ര രൂപയായി? 100? 185 എന്നാണ് പറഞ്ഞത്. 185 എന്ന് പറയുമ്പോൾ നാട്ടിലെ 300-400 രൂപയായി. ഒരെണ്ണം അടിച്ചിട്ടുള്ളൂ. ഒരെണ്ണം അടിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇതായിരിക്കും അല്ലേ? 1, 2, 3, 4 കിട്ടും. അത് മുകളിലിടുന്ന സാധനം. അവര് വേറെ എന്തൊക്കെയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ആൾക്കാർക്ക് 2 മോഡുള്ളൂ. ഒന്നല്ലെങ്കിൽ ഭയങ്കര സ്നേഹം, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം. ഈ ചേച്ചി സ്നേഹത്തിലാണ് തുടങ്ങിയത്. പക്ഷെ നമ്മുടെ കൺഫ്യൂഷൻ കാരണം ഒട്ടുക്കത്തെ ദേഷ്യത്തിലിട്ടിട്ട് എന്തൊക്കെയോ ഇപ്പൊ ശരിയാക്കി തരാടി നിനക്കെന്ന് പറഞ്ഞിട്ട് ഇതാ ഇനി എന്താ നമുക്ക് ക്യാമറാമാൻ കൈമാറിയിരിക്കുന്നു. എന്തൊക്കെയോ കുലിക്കൊക്കെ നോക്കണ്ട കുട്ടി. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സെല്ലാം വാങ്ങിച്ചതിന് ഏറ്റവും അടുത്തുള്ളൊരു മോളിൽ വന്നിട്ട് ബബിൾ ടീയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ഷോറൂമല്ല, ഔട്ട്ലെറ്റിൽ നിന്നാണ് അത് വാങ്ങുന്നത്. മാച്ച ടീ ആണ് കേട്ടോ, കോഫി അല്ല. ഞാൻ ആദ്യം പറഞ്ഞത് തെറ്റിപ്പോയതാണ്. അപ്പോൾ മാച്ച ടീ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് ട്രൈ ചെയ്യാനുള്ള പരിപാടിയിലാണ്. പച്ച കളർ ചായയാണ് സംഭവം. അതിൻ്റെ കൂടെ മിൽക്കും കൂടെ വന്നാൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും എന്നൊക്കെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഓൺലൈനിൽ കണ്ടിട്ടുള്ള പല കാര്യങ്ങളുടെയും അറിവ് വെച്ച് നമ്മളങ്ങ് ഓർഡർ ചെയ്തിട്ടുണ്ട് 2 ടൈപ്പ്. ഓക്കെ പാപ്പോ, യു പ്ലീസ് ട്രൈ. നമ്മൾ വിചാരിച്ച പോലെയല്ല, കുട്ടി വളരെ പാവമാണ്.
അപ്പോൾ അവരുടെ മെയിനായിട്ടുള്ള ഫുക്കു മാച്ചയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ ഒരു മിൽക്ക് ടീ ബോബ ടീയും ഓർഡർ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി ഒരു പാവം തന്നെയാണ് കേട്ടോ. എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എന്താ നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ അതിൻ്റെ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ അല്ലേ. നമ്മൾ ആരെയും നന്നാക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വേണ്ട എന്താണോ, അവരുടെ മൂഡ് വേറെ പല മൂഡും ആയിരിക്കാം, നമ്മളത് കറക്റ്റ് ചെയ്യാനൊന്നും പോകണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രിങ്ക് ട്രൈ ചെയ്യാം. ഓക്കെ, This is the matcha one. നമ്മളെ Not my vibe. നോക്കട്ടെ, But it's okay. Tastes like a leaf. മധുരം ഉണ്ടോ? Huh? നല്ലൊരു ചായ, നല്ല ടേസ്റ്റുള്ള ചായ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് ചായ കുടിക്കാം. So this is the അത് ശരിക്കും ചായയാണ്. milk tea എന്നാണ് ചായ. സോ ചായ ശരിക്കും നല്ല വളരെ വ്യത്യാസമുള്ളൊരു ചായയാണ് ഈ മാച്ച. ഞാൻ കണ്ടിട്ടുണ്ട് ഇറ്റ്സ് ഒരു ഹോട്ട് ബെവറേജ്, അല്ലെങ്കിൽ ഹോട്ട് ബെവറേജ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊടിയാണെന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ആക്ച്വൽ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എനിക്ക് മനസ്സിലായില്ല. എനിക്കിഷ്ടപ്പെട്ടു. പാപ്പുവിൻ്റെ വൈബുള്ളത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എൽഡേഴ്സിന് ഇഷ്ടപ്പെടാൻ ടൈപ്പ് ടേസ്റ്റ്. അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാം. എനിക്ക് ഇഷ്ടമായി. നോക്ക്, ഇഷ്ടമായില്ലേ? ഇതാണ് മാച്ച. മട്ക ഇത് matcha. ആണോ? Not matcha. ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ മാച്ച എക്സ്പീരിയൻസ് അത്ര പരാജയമൊന്നും ആയിരുന്നില്ല, കൊള്ളായിരുന്നു, വെറൈറ്റി ആയിരുന്നു. എനിക്ക് ചായ ഇഷ്ടമല്ല. എനിക്കിഷ്ടമായി. ഓക്കെ, അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും തന്നെ കാണാൻ പോലും ചാൻസ് കിട്ടാത്ത ടൈപ്പ് പല ഫുഡ് സാധനങ്ങളും ഭയങ്കര ടേസ്റ്റിലൊക്കെ തന്നെയാണ് കേട്ടോ അവരുടെ പ്രിപ്പറേഷൻ. നമുക്ക് കണ്ടാൽ പ്രത്യേകിച്ച് ഭയങ്കര വൃത്തിയൊന്നും തോന്നില്ല. പക്ഷേ ശരിക്കും നമ്മുടെ ഇവിടെ തട്ടുകടകളെക്കാളും ഒക്കെയും വൃത്തിയായിട്ടൊക്കെ തന്നെയാണ് അവർ അത് ചെയ്യുന്നതും ഒക്കെയും. പിന്നെ ഇങ്ങനെ എല്ലാം കണ്ട് വീഡിയോ ഒക്കെ എടുത്തു, എല്ലാം ഒന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അതൊരു റിസ്ക് തന്നെയാണ്. അത് ഹൈജീനിക് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിലുപരി നമ്മുടെ വയറിൽ പുതിയ ഒരു സാധനം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ വയർ അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളൊരു വലിയൊരു കാര്യമുള്ളതുകൊണ്ട് നമ്മളെല്ലാം ഒന്നും ട്രൈ ചെയ്തില്ല. അപ്പോൾ തായ്ലൻഡ് വീഡിയോസ് ഏകദേശം അവസാനിച്ചു. അപ്പം ടാറ്റ, സീ യു ഓൾ നെക്സ്റ്റ് ടൈം. ലോട്ട്സ് ഓഫ് ലവ്.